Meet the editors. നമസ്കാരം. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് തയ്യാറാക്കിയ അന്തിമ പട്ടിക സംസ്ഥാന കൌൺസിൽ ഐകകണ്ഠേന അംഗീകരിക്കുകയായിരുന്നു. മാവേലിക്കരയിൽ CA അരുൺകുമാറിനെ മത്സരിപ്പിക്കുന്നതിനെ ചൊല്ലി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തർക്കമുണ്ടായി. സംസ്ഥാന സെക്രട്ടറിയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് എതിർപ്പുള്ളവർ വഴങ്ങിയത്. തിരുവനന്തപുരം സഖാവ് പന്നിയൻ രവീന്ദ്രൻ, മാവേലിക്കര സഖാവ് CA അരുൺകുമാർ, തൃശൂർ സഖാവ് VS സുനിൽകുമാർ, വയനാട് സഖാവ് ആനി രാജ. ജനകീയതയും പരിചയസമ്പത്തും യുവത്വവും തുളുമ്പുന്ന സ്ഥാനാർത്ഥി പട്ടികയ്ക്കാണ് CPI രൂപം നൽകിയിരിക്കുന്നത്. തുടർച്ചയായി തോറ്റുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്ത് മണ്ഡലം തിരിച്ചുപിടിക്കാവുന്ന പ്രതീക്ഷയിലാണ് മുൻ MP പന്നിൻ രവീന്ദ്രനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത്. ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ വിജയം കൊയ്യുകയാണ് ജനപ്രിയ നേതാവായ VS സുനിൽകുമാറിൻ്റെ ദൗത്യം. 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ അസംബ്ലി മണ്ഡലം തിരിച്ചുപിടിച്ച നേതാവാണ് സുനിൽകുമാർ. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയിലും വനിതാ നേതാവെന്ന നിലയിലുമാണ് വയനാട്ടിൽ ആനി രാജയെ മത്സരിപ്പിക്കുന്നത്. യുവ നേതാവെന്ന പരിഗണനയാണ് മാവേലിക്കരയിൽ CA അരുൺകുമാറിന് അനുകൂലമായത്. മാവേലിക്കര സീറ്റിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തർക്കം നടന്നു. അരുൺകുമാറിൻ്റെ പേരിനൊപ്പം ചിറ്റയം ഗോപകുമാർ, പ്രജി ശശിധരൻ, ചെങ്ങറ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളും ഉയർന്നു. കൊല്ലത്തു നിന്നുള്ള നേതാക്കൾ അരുണിൻ്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭ്യർത്ഥനയെ തുടർന്നാണ് അരുണിൻ്റെ പേരിന് അംഗീകാരമായത്. CPIയുടെ നിർദ്ദേശം ഇതാണ്: എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വരേണ്ടത് 1 പേരല്ല, മിനിമം 3 പേരാണ്. എല്ലായിടത്തും നിന്ന് വന്നിട്ടുണ്ട് 3 പേരുകൾ വീതം എല്ലായിടത്തും നിന്നും. പ്രഖ്യാപനം വന്നതോടെ നാളെ മുതൽ സ്ഥാനാർത്ഥികൾ അവരവരുടെ മണ്ഡലങ്ങളിൽ സജീവമാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ചോദ്യം ഇതാണ്: തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയോ CPI? കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ അശ്വമേധത്തിലാണ്. ഇന്ന് കോട്ടയത്തായിരുന്നു പര്യടനം. ഡോക്ടർ അരുൺകുമാർ, വെൽക്കം ടു മീറ്റ് ദ എഡിറ്റേഴ്സ്. CPI തയ്യാറായോ? താങ്ക് യു സുജയ. CPI തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. CPIയുടെ പാനൽ വളരെ പ്രതീക്ഷ നൽകുന്നൊരു പാനലാണ്. CPI അണികൾക്കും ഇടതുപക്ഷത്തിനും എന്ന കാര്യത്തിൽ സംശയമില്ല. 2 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് CPI ലിസ്റ്റിൽ ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, ഒരേ സമയം തന്നെ ഈ പരിചയസമ്പത്തിനെയും ഒപ്പം യുവത്വത്തെയും വളരെ ഫലപ്രദമായ രീതിയിൽ ആ പട്ടികയിൽ ഉൾച്ചേർക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പട്ടികയിൽ ഏറ്റവും പ്രായം കൂടുതലുള്ളത് പന്നിൻ രവീന്ദ്രനാണ്. എന്നാൽ പന്നിൻ രവീന്ദ്രൻ്റെ പ്രായം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. ഇപ്പോഴും പന്നിൻ രവീന്ദ്രൻ വളരെ സജീവമാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലിയും അദ്ദേഹം MP ആയിരുന്ന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമെല്ലാം നമ്മുടെ മുന്നിലുള്ള ട്രാക്ക് റെക്കോർഡുമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പാർട്ടിയുടെ സെക്രട്ടറി, ഒരു കേന്ദ്ര സെക്രട്ടേറിയറ്റ്, മുൻ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പട്ടികയിൽ ഉണ്ടാവുന്നു. മറ്റൊരു ദേശീയ നിർവാഹക സമിതി അംഗം ഉണ്ടാവുന്നു. ഒപ്പം VS സുനിൽകുമാറിനെ പോലെ വളരെ ജനകീയനായ ഒരു നേതാവ് മത്സരരംഗത്തേക്ക് വരുന്നു. CA അരുൺകുമാറിന് 41 വയസ്സേ ഉള്ളൂ. 41 വയസ്സാകുമ്പോഴേക്കും അധികം പാർലമെന്ററി തെരഞ്ഞെടുപ്പ് രംഗത്തൊന്നും CA അരുൺകുമാർ നേരത്തെ വന്നിരുന്നില്ല. പക്ഷേ AYFന്റെ സമുന്നതനായ ഒരു നേതാവ് എന്ന നിലയിൽ CA അരുൺകുമാർ പ്രാദേശികമായി പരിചയം ഉള്ള ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് CA അരുൺകുമാറിൻ്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ടായത്. കാര്യം മറ്റു 3 നേതാക്കളെയും, ആനി രാജയെയും പന്നിൻ രവീന്ദ്രനെയും VS സുനിൽകുമാറിനെയും തട്ടിച്ചു നോക്കുമ്പോൾ CA അരുൺകുമാറിൻ്റെ പോപ്പുലാരിറ്റി, ജനപ്രിയത എന്നുള്ളത് ചിറ്റയം ഗോപകുമാറോ അല്ലെങ്കിൽ വൈക്കത്തു നിന്നുള്ള ആശയോ അല്ലെങ്കിൽ അജിത്തിൻ്റെയോ ഒന്നും അടുത്ത് വരുന്നില്ല എന്നുള്ളതായിരുന്നു അന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒടുവിൽ CA അരുൺകുമാറിന് ആ സീറ്റ് നൽകാൻ തീരുമാനിച്ചത് യുവജനതയ്ക്കുള്ള പ്രാതിനിധ്യം എന്ന രീതിയിൽ കൂടിയാണ് ഞാനത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പരിചയസമ്പന്നത ഒരു ഭാഗത്ത്, മറുഭാഗത്ത് യുവത്വത്തിൻ്റെയും രണ്ടുപേരുടെയും പ്രാതിനിധ്യം, രണ്ടിൻ്റെയും സമതുലിതമായൊരു പ്രാതിനിധ്യം പട്ടികയിൽ കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ CPI മത്സരിക്കുമ്പോൾ 4 മണ്ഡലങ്ങളിലേക്കും ഇറക്കിയിരിക്കുന്ന നേതാക്കളിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള അല്ലെങ്കിൽ വിജയിച്ചു കയറണമെന്ന് ആഗ്രഹിക്കുന്ന 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്, തിരുവനന്തപുരത്ത് ഇപ്പോൾ പന്നിൻ രവീന്ദ്രൻ മത്സരരംഗത്തേക്ക് ചൂടുവെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നമുക്കറിയാവുന്നതുപോലെ NDA സ്ഥാനാർത്ഥി ആരാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും ശശി തരൂരുമായിട്ടുള്ള പോരാട്ടം. എന്നാൽ മാവേലിക്കരയിൽ സ്ഥിതി വ്യത്യസ്തമാണ്. മാവേലിക്കരയിൽ ഇപ്പോഴും ഒരു ആൻറ്റി ഇൻകംബൻസി അവിടുത്തെ സിറ്റിംഗ് MP ആയി കുടിക്കുന്നിൽ സുരേഷിനുണ്ട്. അതെങ്ങനെയാണ് CA അരുൺകുമാർ ടാപ്പ് ചെയ്യുക എന്നതാണ് ഇനി നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസിയെ ഞാൻ കാണുന്നത് തൃശ്ശൂരാണ്. ഒരുപക്ഷെ ഈ 4 സ്ഥാനാർത്ഥികളിലും ആനി രാജയടക്കം വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണെങ്കിലും VS സുനിൽകുമാറിൻ്റെ ജനപ്രിയത വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മണ്ഡലത്തെ നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ VS സുനിൽകുമാർ
TN പ്രതാപനെ പോലെയും സുരേഷ് ഗോപിയെ പോലെയും ഒത്ത ഒരു എതിരാളിയായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VS സുനിൽകുമാറിൻ്റെ വരവോടുകൂടി നമ്മുടെ സർവേയിൽ തന്നെ പ്രതിഫലിച്ചിരുന്ന ഇടതുമുന്നണി ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ 3ാം സ്ഥാനത്ത് എന്നതിൽ നിന്ന് ഒരു പക്ഷേ വളരെ കടുത്ത മത്സരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞാൻ പറയാനുള്ള കാരണം തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ നിയമസഭാ മണ്ഡലങ്ങൾ നോക്കിയാൽ VS സുനിൽകുമാറിന് എപ്പോഴും എഡ്ജ് കൊടുക്കുന്ന 3-4 മണ്ഡലങ്ങളുണ്ട്. അത് അദ്ദേഹം ആദ്യം മത്സരിച്ച് തുടങ്ങിയ ചേർപ്പാണെങ്കിലും അതിപ്പോൾ നാട്ടികയായിട്ട് മാറിയിട്ടുണ്ട്. നാട്ടികയിൽ വളരെ വലിയ ഹോൾഡ് ഉണ്ട് ഈ VS സുനിൽകുമാറിന്. തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമാണ്. ഇരിങ്ങാലക്കുടയിലും അദ്ദേഹത്തിന്, ഒല്ലൂരിലും അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന് ഈ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, സമുദായ ഭേദമന്യേയുള്ള സുഹൃത്ത് ബന്ധമാണ് VS സുനിൽകുമാർ എന്ന് പറയുന്ന നേതാവിനെ ആ മണ്ഡലത്തിൽ വളരെ ജനപ്രിയനായ ഒരു നേതാവാക്കി നിലനിർത്തുന്നത്. അതുകൊണ്ട് തൃശ്ശൂരുകാർക്കൊരു സുനിലേട്ടനാണ്. അപ്പോൾ VS സുനിൽകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം കടുത്ത മത്സരത്തിന് ഞങ്ങളുണ്ട് എന്ന പ്രതീതിയാണ് നൽകുന്നത്. അതേസമയം CA അരുൺകുമാറിൻ്റെ വരവ് എന്ന് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ഒരുപക്ഷെ അടുത്ത തവണ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നരേന്ദ്രമോദിക്ക് സത്യപ്രതിജ്ഞ ചെയ്തു കൊടുക്കേണ്ട പ്രോട്ടൈം സ്പീക്കറായി മാറാൻ സാധ്യതയുള്ള ഒരു മുതിർന്ന നേതാവിനെ നേരിടാൻ ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 3ാമത്തെ സ്ഥാനാർത്ഥി ഇറക്കുന്നു എന്ന ഒരു ക്രെഡിറ്റും CPIക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സും തൃശ്ശൂർ മണ്ഡലത്തിലും മാവേലിക്കരയിലും ഗുണകരമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് പന്നിൻ്റെ വരവോടുകൂടി കഴിഞ്ഞ തവണ C ദിവാകരനായിരുന്നു. താരതമ്യേന ദുർബലമായൊരു പോരാട്ടമാണ് കാഴ്ചവെച്ചത്. പക്ഷേ ഇത്തവണ പന്നിൻ രവീന്ദ്രനെ തിരുവനന്തപുരത്തുകാർക്ക് അറിയാം. 2005 അന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ DIC ഒക്കെ നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ കെ കരുണാകരൻ്റെ ആശീർവാദത്തോടു കൂടി തിരുവനന്തപുരത്ത് നിന്നും പാർലമെന്റിലേക്ക് പോയ ആളാണ് പന്നിൻ രവീന്ദ്രൻ. ആ ഒരു പന്നിൻ രവീന്ദ്രൻ്റെ ഒരു കരിസ്മ ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പന്നിൻ രവീന്ദ്രൻ അത്ര വിവാദങ്ങളിൽ ചെന്നുപെടാത്ത സൗമ്യനായ ഒരു നേതാവാണ്. 79ൻ്റെ പ്രായമുണ്ടെങ്കിലും ഉള്ളിൽ യൗവനം സൂക്ഷിക്കുന്ന ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒരു ഫുട്ബോൾ പ്ലെയർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിലും CPI ഇറക്കിയിരിക്കുന്നത് മികച്ച കാൻഡിഡേറ്റിനെയാണ്. ആനിരാജയുടെ കാര്യത്തിൽ പറയേണ്ടതില്ല. ആനിരാജ ദേശീയ നിർവാഹക സമിതി അംഗമാണ്. മണിപ്പൂരിൽ ആദ്യ സന്ദർശനം നടത്തിയ വനിത എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടി ആനിരാജയ്ക്കുണ്ട്. അതുകൊണ്ട് വയനാട്ടിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ തങ്ങളുടെ ഒരു വോട്ടുറപ്പിക്കാൻ ആനിരാജയ്ക്ക് സാധിക്കും. പക്ഷേ രാഹുൽ ഗാന്ധിയോടാണ് എതിരിടുന്നത് എന്നതുകൊണ്ട് വിജയസാധ്യത ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനും കഴിയില്ല. അപ്പോൾ ചുരുക്കത്തിൽ 2 മണ്ഡലങ്ങൾ, അതിൽ മാവേലിക്കരയും തൃശ്ശൂരും വളരെ നിർണായകമായ പോരാട്ടം നടക്കുന്ന, വളരെ പ്രതീക്ഷ നൽകുന്ന, CPIക്ക് പ്രതീക്ഷ നൽകുന്ന മണ്ഡലങ്ങളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. CPI ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. CPI കടുത്ത നല്ല ആത്മവിശ്വാസത്തിലുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, നികേഷ് സാർ, ഇപ്പോൾ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ പരിചയസമ്പന്നരുണ്ട്. അതായത് വളരെയേറെ കാലത്തെ 40 വർഷത്തോളമുള്ള വ്യക്തിബന്ധങ്ങളുണ്ട് പന്നിൻ രവീന്ദ്രന് തിരുവനന്തപുരത്ത്. അപ്പോൾ പരിചയസമ്പന്നത കൊണ്ട് അത് കൈമുതലാണ്. പക്ഷേ കുറേ കാലമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നയാളെ നിർബന്ധിച്ചിറക്കിയെന്ന് ഇന്ന് ബിനോയ് വിശ്വം പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് CPIയുടെ ഈ 4 സീറ്റുകളിലെ സാധ്യതകൾ? നോക്കൂ, ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPI. അവരുടെ ദേശീയ പദവി നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 4 സീറ്റുകളിലും വിജയം ഉറപ്പിക്കേണ്ടത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അവരുടെ മുന്നോട്ട് പോക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകതയാണ്. ഇപ്പോൾ ആരും ഇവിടെ ചൂണ്ടിക്കാണിച്ചു ഓരോ മണ്ഡലത്തിൻ്റെയും പ്രത്യേകത. അതൊക്കെ ശരിവെച്ചുകൊണ്ട് തന്നെ നോക്കൂ, ഇപ്പോൾ വയനാട് നിർത്താവുന്ന, CPIയെ സംബന്ധിച്ചിടത്തോളം നിർത്താവുന്ന ഏറ്റവും ശക്തയായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് ആനി രാജ എന്ന കാര്യത്തിൽ തർക്കമില്ല. ആനി രാജ, ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഒരു മലയോര കർഷകയാണ്. മാത്രമല്ല ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളാണ്. D രാജയുടെ ഭാര്യയാണ്. ദേശീയ തലത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നയിക്കുന്ന ആളാണ്. മാത്രമല്ല മണിപ്പൂർ പോലുള്ള ഇടങ്ങളിലേക്കൊക്കെ ആദ്യം ചെന്നെത്തിയിട്ടുള്ള നേതാവ് കൂടിയാണ്. പിന്നെ മാത്രമല്ല കോടതി ഇടപെടലുകളിലൊക്കെ തന്നെയും ആനി രാജയുടെ അവിടെ. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഈ 4 സീറ്റുകളും പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ്? 1 രാഹുൽ ഗാന്ധിക്കെതിരെയാണ് മത്സരിക്കുന്നത്. 2 ശശി തരൂറിനെതിരെയാണ് തിരുവനന്തപുരത്ത് മത്സരം. 3 കേരളത്തിലെ ഏറ്റവും ശക്തനായ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിക്കെതിരെയാണ് സുനിൽകുമാറിൻ്റെ മത്സരം. ഇനി മാവേലിക്കരയിലും മോശമല്ല. 10ാമത് അംഗത്തിനൊരുങ്ങുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ. അപ്പോൾ ഈ 4 മണ്ഡലങ്ങളിലും അതിശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് യഥാർത്ഥത്തിൽ CPI സ്ഥാനാർത്ഥികൾക്ക് നേരിടാനുള്ളത്. ഇനി വയനാട്ടിലേക്ക് വന്നാൽ ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോഴും രാഹുൽ ഗാന്ധി ആയിരിക്കും ആനി രാജയുടെ എതിർ സ്ഥാനാർത്ഥിയെന്ന്. കാരണം ഇന്ന് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഇന്ന് KC വേണുഗോപാൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. സാമുദായിക സന്തുലനം പാലിക്കുകയാണെങ്കിൽ മത്സര രംഗത്തേക്ക് വരാൻ തയ്യാറാണ് എന്നാണ്.
നോക്കൂ, കഴിഞ്ഞ തവണ 19 സീറ്റുകൾ അല്ല 17 സീറ്റുകളിൽ കോൺഗ്രസിന് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അത് ആലപ്പുഴയിൽ നിന്നാണ്. ആ ആലപ്പുഴയിലേക്കാണ് KC വേണുഗോപാൽ സ്ഥാനാർത്ഥിത്വവുമായി വരുന്നത്. ആ സ്ഥാനാർത്ഥിത്വമായി വരുന്ന സൂചന നൽകുമ്പോൾ തന്നെ അദ്ദേഹം മീഡിയയിൽ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സൗണ്ട് ബൈറ്റായിട്ടല്ല എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞതാണല്ലോ നമ്മളൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ടാവുക. അദ്ദേഹം പറയുന്നത് സാമുദായിക സന്തുലനമാണ്. അപ്പോൾ വയനാട്ടിൽ ഞാൻ മത്സരിക്കുകയാണെങ്കിൽ സാമുദായിക സന്തുലനം എവിടെയെങ്കിലും പാലിക്കണം. പിന്നെ ഏതാ ബാക്കിയുള്ളത്? കണ്ണൂരാണ്. കണ്ണൂർ ഏതായാലും കെ സുധാകരൻ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വയനാടാണ് ബാക്കിയുള്ളത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്കാണ് എല്ലാ സാധ്യതയും എന്നാണ് കരുതുന്നത്. എൻ്റെ അറിവ് അനുസരിച്ചാണെങ്കിൽ ആ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെയുള്ള മുസ്ലിം സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന KP നൗഷാദ് അലിയാണ്. അപ്പോൾ വയനാട് ലോക്സഭാ സീറ്റിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു പൊളിറ്റിക്കൽ നോൺസെൻസാണ്. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഇടതുപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് CPIക്കെതിരെ മത്സരിക്കുക എന്നൊക്കെ പറയുന്നത് അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യ മുന്നണി വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു ഈ സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിനകത്തും ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടാക്കുന്ന കാര്യത്തിലും. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എനിക്കൊരു അവ്യക്തതയില്ല. രാഹുൽ ഗാന്ധി ആയിരിക്കില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആനി രാജ നേരിടേണ്ടി വരിക KP നൗഷാദ് അലിയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയോ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ് കേട്ടോ. ഇതൊന്നും എവിടെ നിന്നും പറഞ്ഞു കേട്ടിട്ടുള്ളതല്ല, എൻ്റെ ഒരു അസസ്മെൻ്റായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. തിരുവനന്തപുരത്ത് സ്വാഭാവികമായും CPIയുടെ മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ശശി തരൂരിനെ എതിരിടുക എന്നുള്ളതാണ്. കഴിഞ്ഞ പന്ന്യൻ രവീന്ദ്രനാണല്ലോ അവസാനമായി അവിടെ ജയിച്ച LDF സ്ഥാനാർത്ഥി. അതെ, ആ പന്ന്യൻ രവീന്ദ്രന് ശേഷം 3-ാം സ്ഥാനത്ത് പോയി, 2-ാം സ്ഥാനത്തില്ല. അപ്പോൾ 3-ാം സ്ഥാനത്ത് പോയ CPIയെ 2-ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരിക, 2-ാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ശശി തരൂരിനെതിരെ ഒരു പോരാട്ടം നയിക്കുക എന്ന് പറയുന്നത് ചില്ലറ കളിയല്ല. അത് പന്ന്യൻ രവീന്ദ്രന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നീട് നേരത്തെ പറഞ്ഞ VS സുനിൽകുമാറിൻ്റെ ഫൈറ്റ് നോക്കൂ. 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP അതിശക്തമായ ഫൈറ്റ് കാഴ്ചവെക്കുമ്പോൾ വളരെ നേരത്തെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ അനൗപചാരികമായി പ്രഖ്യാപിക്കുകയാണ്. ആര് വന്നിട്ട്? അമിത്ഷാ വന്നിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം 2 തവണ നരേന്ദ്രമോദി വന്ന് ആ സ്ഥാനാർത്ഥിയെ എൻഡോഴ്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ സ്ഥാനാർത്ഥിക്കെതിരെ, നിലവിലുള്ള MP-ക്കെതിരെ ആണ് യഥാർത്ഥത്തിൽ VS സുനിൽകുമാറിൻ്റെ പോരാട്ടം. അവിടെ 3-ാം സ്ഥാനത്തേക്ക് പോവുക എന്ന ദൗത്യമല്ല VS സുനിൽകുമാറിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏൽപ്പിച്ചിരിക്കുന്നത്. 1-ാം സ്ഥാനത്തേക്ക് വരാനാണ്. അതിനും ഈ പറഞ്ഞതുപോലെ TN പ്രതാപനെയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയെയും അതിജീവിക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ് VS സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം. അരുൺകുമാറിനും കൊടിക്കുന്നിൽ സുരേഷാണ് പ്രതിയോഗി. കൊടിക്കുന്നിൽ സുരേഷിനെ ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല. അടുത്ത KPCC പ്രസിഡന്റ് ഇൻ വെയിറ്റിംഗ് എന്ന് കരുതുന്നയാളാണ്. ഇന്ന് കേരളത്തിൽ നിന്നുള്ള പ്രവർത്തക സമിതി അംഗം എന്നുള്ള നിലയിൽ, ഒരു ദളിത് മുഖം എന്നുള്ള നിലയിൽ അടുത്ത തവണ അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ, 2024 തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണെങ്കിൽ പ്രോട്ടം സ്പീക്കറാണ്. കമൽനാഥ് ഇല്ലാത്തത് കൊണ്ട് പ്രോട്ടം സ്പീക്കറാണ്. അപ്പോൾ ആ പ്രോട്ടം സ്പീക്കറായി വരേണ്ട ഏറ്റവും പരിചയസമ്പന്നനായ ഒരു MP-യാണ്. അപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ CPI അതിനെ ഗൗരവത്തോടു കൂടി കാണും. ഈ ഫൈറ്റിനെ, ഈ പോരാട്ടത്തെ, ഈ രാഷ്ട്രീയ വെല്ലുവിളിയെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വേണമല്ലോ. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് രാഷ്ട്രീയം നോക്കിക്കാണാൻ പോലും ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു അതിജീവനത്തിന്റെ പോരാട്ടമാണ് CPIയുടേത്. ബിനോയ് വിശ്വം പറഞ്ഞത് കേരളത്തിൽ ഒരു LDF അനുകൂല കാറ്റുണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഇതിനോട് യോജിച്ചോ വിയോജിച്ചോ ഉണ്ണി സാറിന് അഭിപ്രായം ഉണ്ടാകും. അതിലേക്ക് വരാം, എൻ്റെ അഭിപ്രായത്തിലേക്ക് വരാം. അതിനു മുൻപ് മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഒരു ചെറിയ ഇടവേള. ബാക്ക് ടു മീറ്റ് ദ എഡിറ്റേഴ്സ്. CPI തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയോ എന്നതിലാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഉണ്ണി സാർ, എന്ത് തോന്നുന്നു? CPIയുടെ 4 സ്ഥാനാർത്ഥികൾ 4ഉം കരുത്തരാണ്, പക്ഷേ എതിരിടേണ്ടവർ അതിലും കരുത്തരാണ് എന്ന ഒരു പ്രതീതിയുണ്ട്. നോക്കൂ, CPIയുടെ 3 സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ വയനാട് നമുക്ക് മാറ്റിവെക്കാം, വളരെ ഗൗരവത്തോടുകൂടിയുള്ളൊരു മത്സരം കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഇപ്പോൾ തിരുവനന്തപുരം എടുത്താൽ പന്ന്യൻ രവീന്ദ്രൻ അവിടെ മത്സരിക്കുന്നു. നേരത്തെ നിങ്ങളത് സൂചിപ്പിച്ചതുപോലെ 2005 വിജയിച്ചു വന്ന സ്ഥാനാർത്ഥിയാണ് പന്ന്യൻ രവീന്ദ്രൻ. പൊതുവേ തിരുവനന്തപുരത്ത് കൂടുതലും പ്രാവശ്യവും ജയിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണെന്ന് നമുക്ക് പറയാം, അല്ലെ? VK കൃഷ്ണമേനോൻ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ K കരുണാകരനും VS ശിവകുമാറും A ചാൾസും നീലലോഹിദാസ് നാടാരൊരിക്കൽ ജയിച്ചിട്ടുണ്ട് കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന്. അപ്പോൾ അങ്ങനെ പിന്നെ ശശി തരൂർ, അങ്ങനെ കോൺഗ്രസിനെ കൂടുതൽ തവണ വിജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ്. അതേസമയം തന്നെ MN ഗോവിന്ദൻ നായരെ വിജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ്, PK വാസുദേവൻ നായരെ വിജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ്, KV സുരേന്ദ്രനാഥിനെ വിജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ മാറി മറിയുന്ന സ്വഭാവമുള്ളൊരു മണ്ഡലമാണ്. അവിടെ നേരത്തെ നികേഷ് സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് 2014 2019 സ്ഥിതി എന്താ? 3-ാം സ്ഥാനത്താണ് പോയത്. ബെനറ്റ് എബ്രഹാം ആയിരുന്നു 2014. 2019 C ദിവാകരനായിരുന്നു. അപ്പം ഈ 3-ാം സ്ഥാനത്ത് CPI പോകുന്നൊരു സാഹചര്യത്തിലാണ് പന്ന്യൻ രവീന്ദ്രനെ പോലൊരു നേതാവ് അവിടെ മത്സരത്തിന് വരുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇപ്രാവശ്യം
ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനുമായൊരു മത്സരം അവിടെ നടക്കുമെന്നാണ്. അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ ശശി തരൂരിനാണ് ഇപ്പോഴും അഡ്വാൻറ്റേജ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പന്ന്യൻ രവീന്ദ്രൻ അവിടെ ഒരു വലിയ അട്ടിമറി നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനിയും ദിവസങ്ങളുണ്ട്. എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഡ്വാൻറ്റേജ് ശശി തരൂരിനാണെങ്കിലും ആ മത്സരം കടുക്കും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വോട്ട് ബാങ്കുകളാണ് മുസ്ലിം വോട്ട് ബാങ്കും ലാറ്റിൻ കാത്തലിക്സിൻ്റെ വോട്ട് ബാങ്കും. ഇപ്പോൾ ഇവർ 9% മുസ്ലിം വോട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 14% ക്രിസ്ത്യൻ വോട്ട് ബാങ്കുണ്ട്. ഈ 2014-ലും 2019-ലും ഈ എൻ ബ്ലോക്കായിട്ട് മുസ്ലിം വോട്ട് പോയത് ശശി തരൂരിനാണ്. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അവിടെ 2 തവണയും BJP വലിയ ഫൈറ്റാണ് കാഴ്ചവെച്ചത്. അത് രാജഗോപാലാണ്, കുമ്മനം രാജശേഖരനാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു വീഴ്ച തങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നാൽ രാജഗോപാലോ അല്ലെങ്കിൽ കുമ്മനം രാജശേഖരനോ വിജയിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നടങ്കം നിന്നുകൊണ്ടാണ് ഈ പറയുന്ന ശശി തരൂർ വോട്ട് ചെയ്തത്. നമുക്കിപ്പോൾ 2014 സ്ഥിതി എന്താ? 20,000 വോട്ടിലാണ് ശശി തരൂരിനെ പിടിച്ചത് രാജഗോപാൽ. അപ്പോൾ അവിടെ ആ സമയത്ത് ശശി തരൂരിനെ രക്ഷിച്ച് ശരിക്കും പറഞ്ഞാൽ ആ കോസ്റ്റൽ ബെൽറ്റിലുള്ള ഈ പറയുന്ന വെട്ടുകാട് മുതൽ അങ്ങ് പിന്നെ പൂന്തുറ ആ ഭാഗം വരെയുള്ള ആ ഒരൊറ്റ ബെൽറ്റിൽ നിന്നുള്ള വോട്ട് വന്നിട്ടാണ് ശശി തരൂർ രക്ഷപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രനെ പോലൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ 2 വോട്ട് ബാങ്കുകളും ഭിന്നിക്കാൻ സാധ്യതയുണ്ട്. അത് എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസ്സിന് പോകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു വലിയ മത്സരം ശശി തരൂരും പിന്നെ പന്ന്യൻ രവീന്ദ്രനുമായി നടക്കുമെന്ന്. ആ അർത്ഥത്തിൽ പന്ന്യൻ രവീന്ദ്രനാണ് അവൈലബിൾ ബെസ്റ്റ്, മികച്ച സ്ഥാനാർത്ഥിയാണ്. തിരുവനന്തപുരം ഒരു നല്ല പോരാട്ടത്തിലേക്ക് പോകുന്നു. അവിടെ BJPക്ക് ഇനിയിപ്പോൾ ആരെ കൊണ്ടുവന്നിറക്കിയാലും അത്തരത്തിലൊരു പ്രതീക്ഷ ഉണ്ടാകുമോ? 3-ാം സ്ഥാനത്തേക്ക് BJP പോകാനുള്ള എല്ലാ സാധ്യതയും പന്ന്യൻ്റെ വരവോടുകൂടി തെളിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ മാവേലിക്കരയിൽ വലിയ സാധ്യത CPIക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ കാരണം ഇപ്പം നോക്കുന്നു, നമുക്കിപ്പോൾ പിന്നെ മാവേലിക്കര മണ്ഡലം അതിന് മുമ്പ് അടൂർ മണ്ഡലമായിരിക്കുമ്പോൾ ചെങ്ങറ സുരേന്ദ്രൻ അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. പിന്നെ 2004 മാവേലിക്കര മണ്ഡലത്തിൽ തന്നെ CS സുജാത അവിടെ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കേ, 3 മന്ത്രിമാർ ആ മണ്ഡലത്തിൽ നിന്നുള്ളത്. ഇപ്പോൾ പത്തനാപുരത്തുനിന്ന് പിന്നെ നമ്മുടെ ഗണേഷ് കുമാർ, ചെങ്ങന്നൂരിൽ നിന്ന് സജി ചെറിയാൻ, അതുപോലെ കൊട്ടാരക്കരയിൽ നിന്ന് ബാലഗോപാൽ. അപ്പോൾ ഈ 3 മന്ത്രിമാരുള്ള മണ്ഡലം, എല്ലാ മണ്ഡലവും ബാക്കി 4 മണ്ഡലവും പിന്നെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ തന്നെയാണ്. ഇപ്പോൾ കോവൂർ കുഞ്ഞുമോനായാലും പിന്നെ ജോബ് മൈക്കിളായാലും ചങ്ങനാശ്ശേരി, കുട്ടനാട്ടിൽ പിന്നെ തോമസ് കെ തോമസ് ആയാലും ഒക്കെ ഈ മണ്ഡലങ്ങളെല്ലാം LDFൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം ചിറ്റയം ഗോവനാണ് മത്സരിച്ചത്. 60,000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ കൊടുക്കുന്നില്ല അവിടെ വിജയിച്ച് കയറിയത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഇപ്രാവശ്യം നേരത്തെ നികേഷൊക്കെ പറഞ്ഞതുപോലെ ഒരു ആൻറ്റി ഇൻകംബൻസി അദ്ദേഹത്തിന് അവിടെ ഉണ്ട്. അത് മുതലാക്കാൻ കഴിയുകയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്ന കേരളത്തിലെ ഏറ്റവും LDFന് പ്രതീക്ഷ വെച്ച് പുലർത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്ന് മാവേലിക്കര തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മാവേലിക്കരയിൽ വലിയ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ആ അർത്ഥത്തിൽ അരുൺകുമാർ അവിടെ എങ്ങനെ പെർഫോം ചെയ്യും എനിക്ക് അരുൺകുമാറിനെ അറിയില്ല. അരുൺകുമാർ അത്രത്തോളം ആ മണ്ഡലത്തിൽ ഒരു പ്രധാനിയാണ്, പോപ്പുലറാണ് എന്ന കാര്യത്തിലും പിന്നെ അതേക്കുറിച്ചും എനിക്കറിയില്ല. പക്ഷേ അരുൺകുമാറാണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് അതിൻ്റെ പിന്നെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കരുതുന്നു. അങ്ങനെയാണല്ലോ ഒരു ഫൈനൽ വേർഡ് വരുന്നത്. എന്തായാലും അവിടെ ഒരു നല്ല ഫൈറ്റ് സ്വാഭാവികമായിട്ടും നടക്കും. തൃശ്ശൂർ നിശ്ചയമായും സുനിൽകുമാർ അല്ലാതെ ആരാണ് സ്ഥാനാർത്ഥി, ഒരു നല്ല സ്ഥാനാർത്ഥി CPIക്ക്? അവിടെ പക്ഷേ തൃശ്ശൂരിൽ സുനിൽകുമാറിൻ്റെ സാധ്യത, അവിടെ വലിയൊരു മത്സരം നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സുനിൽകുമാറിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ചെറുതല്ല. ഇപ്പം നോക്കൂ, 2014 CN ജയദേവൻ അവിടെ മത്സരിച്ച് വിജയിക്കുന്നുണ്ട്. അന്ന് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ KP ധനപാലനെ ചാലക്കുടിയിൽ നിന്ന് തൃശ്ശൂരേക്ക് കൊണ്ടുവന്നു, തൃശ്ശൂരിൽ നിന്ന് PC ചാക്കോ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അവിടെ PC ചാക്കോയ്ക്കെതിരായിട്ടുള്ള വികാരം, ധനപാലിന് തന്നെ യാതൊരു കോൺഫിഡൻസും ഇല്ലാത്തൊരു അന്തരീക്ഷം. അവിടെ 38,000 വോട്ടിനാണ് ജയദേവൻ അന്ന് മത്സരിച്ച് ജയിക്കുന്നത്. അന്ന് 3,80,000 വോട്ടാണ് ജയദേവൻ്റെ വോട്ടെന്ന് പറയുന്നത്. പക്ഷേ 2019 വരുമ്പോൾ രാജാജി മത്സരിക്കുമ്പോൾ അത് 3,20,000 കുറഞ്ഞു. അതായത് 68,000 വോട്ട് LDFന് നഷ്ടമായിരിക്കുന്നു. അതുകൂടാതെ 94,000 വോട്ടിനാണ് പ്രതാപൻ ജയിക്കുന്നത്. അതായത് 68,000 വോട്ട് പിടിച്ചോണ്ട് വരണം സുനിൽകുമാർ, ആ പോയ വോട്ട് പിടിക്കണം. അതുകൂടാതെ ഒരു 26,000 കൂടി കടക്കണം. അങ്ങനെ കടന്ന് 94 കടന്ന് വരണം എന്നുള്ളൊരു വലിയ ടാസ്ക് അവിടെ സുനിൽകുമാർ നേരിടുന്നുണ്ട് എന്നുള്ളത് ചെറിയൊരു കാര്യമില്ല. പക്ഷേ അപ്പോഴും ഞാൻ പറയട്ടെ, അതൊന്നും വലിയൊരു കാര്യമില്ല. കാരണം വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച തിരുവനന്തപുരത്ത് 2009 1,43,000 വോട്ടിനാണ് ശശി തരൂർ ജയിച്ചത്. 2014 20,000 പൂട്ടിയിട്ടുണ്ട് പിന്നെ രാജഗോപാൽ. ഒരു ട്രെൻഡ് വന്നു, പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് വയനാട്ടിലേക്ക് ഇനി പോകേണ്ടി വരും. പക്ഷേ വയനാട്ടിൽ നോക്കൂ, 1.5 ലക്ഷത്തിന് മേൽ വോട്ടിനാണ് MA ഷാനവാസ് 2009 ജയിക്കുന്നത്. സത്യൻ മൊകേരി 20,000 വോട്ടിനാണ് 2014 പൂട്ടുന്നത് പിന്നെ ഷാനവാസിനെ. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ സുനിൽകുമാറിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇനി വയനാട്ടിലേക്ക് വരുമ്പം നമുക്ക് ആ അരിത്മെറ്റിക്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ 2009 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാനവാസ് ജയിക്കുന്നത്. അന്ന് ഷാനവാസ് വയനാട്ട് മണ്ഡലത്തിൽ നേരിടുന്നൊരു വലിയ പ്രതിസന്ധിയുണ്ട്. അന്ന് NCPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മുരളീധരനോട് മത്സരിക്കുന്നുണ്ട്. 12% വോട്ടാണ് മുരളീധരൻ പിടിച്ചത്, 1 ലക്ഷത്തിനടുത്താണ്. 40 വോട്ടിൻ്റെ വ്യത്യാസം കണ്ടേ ഉള്ളൂ. 99,600 വോട്ടാണ് അന്ന് പിന്നെ മുരളീധരൻ വാങ്ങിക്കുന്നത്. എന്നിട്ട് പോലും 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ ഷാനവാസ് ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു. അതിനുശേഷം 2014 വരുമ്പോൾ എന്താ സ്ഥിതി എന്നറിയാവോ?
സത്യൻ മുഖേരി പിടിച്ചു. 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാനവാസ് ജയിക്കുന്നത്. അപ്പോഴും ഷാനവാസ് അവിടെ നേരിട്ടൊരു പ്രശ്നം, പി വി അൻവർ അന്ന് കോൺഗ്രസ് വിട്ടിട്ട് അവിടെ വന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മത്സരിക്കുന്നത്. പി വി അൻവർ വോട്ട് പിടിക്കുന്നുണ്ട്. അപ്പോഴും കോൺഗ്രസ് വോട്ടാണ് പോകുന്നത്. എങ്കിൽ കൂടിയും അവിടെ അൺപോപ്പുലർ ആയിരുന്നു ഷാനവാസ്. ആ വയനാട് മണ്ഡലത്തിൽ വലിയ അൺപോപ്പുലാരിറ്റി ഷാനവാസിനുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്ന ഒരു 2-2.5 ലക്ഷം വോട്ടിന് വേണമെങ്കിൽ വിജയിച്ച് വരാവുന്ന ഒരു മണ്ഡലമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. 4:31 എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രത്യേക സാഹചര്യമാണ്. പിന്നെ നികേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുമോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ആലപ്പുഴ തന്നെയായിരിക്കും കെ സി വേണുഗോപാലിൻ്റെ സ്വാഭാവികമായ ചോയ്സ്. അതിപ്പോൾ വയനാട് ഒരിക്കലും ആകില്ല. ആലപ്പുഴയിൽ പിന്നെ കെ സി വേണുഗോപാൽ വന്നാൽ ഈ സാമുദായിക സന്തുലനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. നോക്കൂ, ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ 2 ദേശീയ നേതാക്കൾ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, ഇവർ രണ്ടുപേരും കൂടി വന്നിട്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരാശയത്തെ രൂപീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച് CPM-നെതിരായിട്ട് കേരളത്തിൽ വന്ന് 2 ദേശീയ നേതാക്കൾ മത്സരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നുകിൽ കെ സി വേണുഗോപാൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്നേ ഉള്ളൂ ചോയ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ വയനാട്ടിൽ ആര് മത്സരിച്ചാലും ഈ പറയുന്ന ആനി രാജയ്ക്ക് ഒരു നല്ല ഫൈറ്റ് അവിടെ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു 2.5 ലക്ഷം വോട്ടിൻ്റെയൊക്കെ അടിസ്ഥാന മാർജിൻ അവിടെ എപ്പോഴും കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് മൈൻഡുള്ള ഒരു പിന്നെ മണ്ഡലമാണത്. ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്തേക്ക് ഉറപ്പായിട്ടും ഈ ആദ്യഘട്ടത്തിൽ തന്നെ പന്ന്യൻ രവീന്ദ്രൻ മത്സരത്തെ എത്തിക്കും. അക്കാര്യത്തിൽ സംശയമില്ല. അവിടെ ഒരു വോട്ട് സ്പ്ലിറ്റും ഉണ്ടാവും, വോട്ട് ബാങ്കിൽ സ്പ്ലിറ്റും ഉണ്ടാവും. അത് ഈ മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ സ്പ്ലിറ്റ് ഉണ്ടാവും. മാവേലിക്കരയിൽ ഗംഭീര ഫൈറ്റായിരിക്കും. ഇപ്രാവശ്യം LDF 3 മന്ത്രിമാർ ഇറങ്ങി നിൽക്കേണ്ട മണ്ഡലമാണ്. LDFൻ്റെ എല്ലാ MLA-മാരും നിൽക്കേണ്ട മണ്ഡലമാണ്. ഈ ആൻറ്റി ഇൻകമൻസി ഫാക്ടർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അരുൺകുമാർ അത്ഭുതം സൃഷ്ടിക്കും. തൃശ്ശൂർ വലിയ ടാസ്ക്കാണ് സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം. 1 ലക്ഷത്തിലോളം വോട്ട് പിടിക്കേണ്ടതുണ്ട്, എന്നാലേ മറികടക്കാൻ പറ്റൂ. പക്ഷേ അതൊന്നും അസാധ്യമായൊരു കാര്യമല്ല. വയനാട് ഒരു റിട്ടേൺ ഓഫ് കേസാണ്. അപ്പം നല്ല മത്സരമാണ് ഈ 3 സ്ഥാനാർത്ഥികൾ കാഴ്ചവെക്കാൻ പോകുന്നത് CPI-യുടെ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഓക്കെ, ഉണ്ണിസാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഇന്ന് പന്ന്യൻ രവീന്ദ്രൻ മത്സര രംഗത്തേക്ക് വരുമ്പോൾ പന്ന്യൻ രവീന്ദ്രനെ നിർബന്ധിച്ച് കളത്തിലിറക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിനോയ് വിശ്വം CPI-യുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്ന കാര്യവും അതാണ്. പക്ഷേ ഈ 4 സ്ഥാനാർത്ഥികളെ എടുത്തു നോക്കിയാൽ ഇതിൽ പന്ന്യൻ രവീന്ദ്രന് മാത്രമാണ് ലോക്സഭയിലേക്ക് ആദ്യ ഊഴമല്ലാത്തത്. ബാക്കി 3 പേരുടെയും കന്നി ലോക്സഭയിലേക്കുള്ള കന്നി അംഗമാണ്. C അരുൺകുമാർ ആയാലും VS സുനിൽകുമാർ ആയാലും ആനി രാജ ആയാലും. അനുരാജയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. അതെ, ആദ്യമായിട്ടൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. മാത്രമല്ല ആനി രാജ ഇന്ന് നമ്മുടെ അതിഥിയായിരുന്നു, നമ്മുടെ ഡിബേറ്റിൽ അതിഥിയായിരുന്നു. ആനി രാജ വന്നിരിക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം, അതോടൊപ്പം വയനാട്ടിലെ പ്രത്യേക സാഹചര്യം, അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥി വന്നാലും എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോവുക എന്നുള്ള ഒരു ദിശാബോധത്തോടു കൂടിയാണ് ആനി രാജ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത്. പക്ഷേ ഒരു LDF അനുകൂല തരംഗമുണ്ടെങ്കിൽ മാത്രമേ ഈ 4 പേർക്കും ജയിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. CPI തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഉണ്ണിസാർ പറഞ്ഞതുപോലെ തിരുവനന്തപുരമായാലും തൃശ്ശൂരായാലും അവിടുത്തെ NDA വോട്ടുകളെ അങ്ങനെ എഴുതി തള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം അവർക്ക് അവിടെ ഒരു ബേസ് വോട്ടുകൾ ഉണ്ട്. ആ വോട്ടുകൾ CPI-യിലേക്ക് പോവുക എന്ന് പറയുന്നത് നിലവിൽ സമാഹരിച്ചു വെച്ചിരിക്കുന്ന ഒരു ബ്ലോക്കായി സമാഹരിച്ചു വെച്ചിരിക്കുന്ന വോട്ടുകളാണ്. അത് CPI-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ പന്ന്യൻ രവീന്ദ്രൻ കാര്യമായി തന്നെ അവിടെ പണിയെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം CPI-ക്ക് ഉണ്ടായിരുന്ന വോട്ട് വിഹിതത്തിൽ തന്നെ കുറവ് വരുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ അവിടെ കാണുന്നത്. അതിൽ നിന്ന് ഒരു തിരിച്ചുവരവാണ് ആദ്യം വേണ്ടത്. അപ്പോൾ അവിടെ കുറച്ച് കൂടുതൽ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു. ഇടതുമുന്നണി ഒന്നാകെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും പലപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ കാണാറുള്ളത് CPI മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അത്രയ്ക്കങ്ങോട്ട് ഒരു ഒത്തുചേർന്നുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം അങ്ങനെ കാണാറില്ല. അതേസമയം CPIM മത്സരിക്കുന്ന മണ്ഡലങ്ങളിലാണെങ്കിൽ വലിയ രീതിയിൽ കൂട്ടായ ഒരു യത്നം പോലെ ഓരോ ഇടത്തും ആളുകൾ നിറഞ്ഞ് പ്രവർത്തിക്കുന്നത് കാണാം. കഴിഞ്ഞ ബെനറ്റിൻ്റെ തെരഞ്ഞെടുപ്പിലായാലും C ദിവാകരൻ മത്സരിച്ചപ്പോഴായാലും തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നത് കോൺഗ്രസിൻ്റെ അണികളും അതോടൊപ്പം തന്നെ BJP-യുടെ അണികളുമായിരുന്നു. അതാണ് അവിടുത്തെ പ്രചാരണ രംഗത്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണ പന്ന്യൻ രവീന്ദ്രനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇറങ്ങുമ്പോൾ സംഘടനാ സംവിധാനം ഒന്നാകെ CPIM ആയാലും CPI ആയാലും സംഘടനാ സംവിധാനം ഒന്നാകെ ഇറങ്ങുകയാണെങ്കിൽ 2ാം സ്ഥാനം എന്ന് പറയുന്നത് അസാധ്യമല്ല. പക്ഷേ ശശി തരൂരിനെ തോൽപ്പിക്കാൻ കഴിയുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 2005-ൽ ഉണ്ടായതുപോലെയുള്ള ഒരു സാഹചര്യമൊന്നും പന്ന്യൻ രവീന്ദ്രന് അനുകൂലമായി അല്ലെങ്കിൽ CPI-ക്ക് അനുകൂലമായി നിലവിൽ മണ്ഡലത്തിൽ ഇല്ല. മാത്രമല്ല BJP-യുടെ ഒരു വെല്ലുവിളി ഒരു ഭാഗത്ത് നിൽക്കുന്നുമുണ്ട്. പ്രത്യേകിച്ചും നഗര കേന്ദ്രീകൃത വോട്ടുകളൊക്കെ കൂട്ടത്തോടെ അവരിലേക്ക് പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അത് ഏത് സ്ഥാനാർത്ഥിയായാലും അതൊരു ബേസ് വോട്ടുകളാണ്. അതങ്ങനെ മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ വയനാട്ടിൽ നികേഷ് സാർ പറഞ്ഞ സാധ്യതയ്ക്കാണ് കൂടുതൽ ഞാനും ബലം നൽകുന്നത്. കാരണം രാഹുൽ ഗാന്ധി വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നത് പോലെയാണ് ഇന്ന് ആനി രാജ സംസാരിച്ചത്. കാരണം രാഹുൽ ഗാന്ധി വരാൻ സാധ്യതയില്ല എന്ന ധ്വനി പലപ്പോഴും ആനി രാജയുടെ സംസാരത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ സംസാരത്തിലുണ്ടായിരുന്നു. എന്തായാലും ആനി രാജ തെരഞ്ഞെടുപ്പിന് തയ്യാറാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പകരം ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യതയാണ്
കൂടുതലായി കാണുന്നത്. പ്രത്യേകിച്ചും KC വേണുഗോപാൽ ആലപ്പുഴ ഉറപ്പിച്ച സ്ഥിതിക്ക് അവിടെ ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ വയനാട്ടിൽ മത്സരിക്കാൻ ഇറങ്ങും. പിന്നെ ലീഗിന്റെ കൂടി പിന്തുണയുള്ള ഒരു സീറ്റാണ്. 4,31,000 എത്തിയില്ലെങ്കിലും അവിടെ വയനാട്ടിൽ നിലവിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വിജയസാധ്യത കൂടുതൽ. നല്ല ഒരു മത്സരം കാഴ്ചവെക്കാൻ ആനി രാജയ്ക്ക് കഴിയും എന്നുള്ളതിൽ തർക്കമില്ല. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ കഴിയും. ഞാനിതിൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് മാവേലിക്കരയാണ്. മാവേലിക്കരയിൽ CA അരുൺകുമാർ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഹോൾസായി മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം CA അരുൺകുമാറിനെ രണ്ട് ജില്ലാ ഘടകങ്ങൾ അരുൺകുമാറിന്റെ പേര് വെട്ടിയപ്പോഴും സംസ്ഥാന ഘടകം അരുൺ തന്നെ മത്സരിക്കണം എന്ന തീരുമാനത്തിലേക്ക് ആലപ്പുഴ ജില്ലാ കൗൺസിലിന്റെ തീരുമാനം ഒന്നാമത്തെ പേര് അരുണായിരുന്നു. കോട്ടയവും കൊല്ലവും എതിർത്തത് അരുണിന്റെ പേരാണ്. കോട്ടയവും കൊല്ലവും അരുൺ വേണ്ട എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് മറ്റു പേരുകൾ നിർദ്ദേശിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ രണ്ട് ജില്ലാ കൗൺസിലുകൾ CPIയുടെ രണ്ട് ജില്ലാ ഘടകങ്ങൾക്ക് വിയോജിപ്പുണ്ടായത് എന്തുകൊണ്ടാണ്? അത് അരുണിനോടുള്ള വ്യക്തിപരമായ വിയോജിപ്പാണോ, അതോ അരുൺ ഒരു സ്ഥാനാർത്ഥിയാകാൻ മികച്ച ഒരു ചോയ്സ് അല്ല എന്നുള്ളതാണോ? അങ്ങനെ CPIക്കുള്ളിൽ തന്നെ ഒരു രണ്ടഭിപ്രായം ഉയർന്നത് അരുണിന്റെ പേരിൽ മാത്രമാണ്. അത് ഏതെങ്കിലും തരത്തിൽ അരുണിന്റെ സാധ്യതകളെ ബാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. പക്ഷേ അരുൺകുമാർ അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് അരുണിന്റെ പ്രാദേശികമായുള്ള ഒരു രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ CA അരുൺകുമാർ അവിടെ മത്സരത്തിന് ഇറങ്ങുന്നത് കൊടിക്കുന്നിൽ സുരേഷിന് ഒരു നല്ല വെല്ലുവിളി തന്നെയായിരിക്കും. മാവേലിക്കരയിൽ ശക്തമായ ഒരു മത്സരം തന്നെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൃശ്ശൂരിൽ VS സുനിൽകുമാർ വന്നതുകൊണ്ട് സുരേഷ് ഗോപിയുടെ സാധ്യതകൾക്ക് മങ്ങലേൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. സുരേഷ് ഗോപിയുടെ വോട്ടുകൾ അവിടെ നിൽക്കുകയും പ്രതാപന്റെ വോട്ടുകൾ VS സുനിൽകുമാർ അടർത്തി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നതായിരിക്കും തൃശ്ശൂരിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അത് ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോകും. BJPയുടെ വോട്ടുകൾ BJPയിൽ തന്നെ പോൾ ചെയ്യപ്പെടുകയും പ്രതാപന്റെ വോട്ടുകൾ സുനിൽകുമാറിലേക്ക്, അതായത് പ്രതാപനെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് തൃശ്ശൂരിൽ, അതെല്ലാം സുനിൽകുമാറിലേക്ക്, കാരണം സുനിലേട്ടനോടാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് പ്രതാപന്റെ വോട്ടുകൾ സുനിൽകുമാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിന്റെ ഒരു അവസാന ഫലം എന്ന് പറയുന്നത് കൂടുതൽ അഡ്വാൻറ്റേജ് സുരേഷ് ഗോപിയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. CPI എന്തായാലും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. LDF അനുകൂല തരംഗം കേരളത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ CPIക്ക് ഈ 4-1 കിട്ടുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തൃശ്ശൂരിലെ കാര്യത്തിനകത്ത് എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, ഒരു പ്രൈം ടൈമിൽ നിൽക്കുമ്പോഴാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് സുനിൽ മാറി നിൽക്കുന്നത്. അപ്പോൾ സുനിൽ ഇപ്പോഴും ഫ്രഷാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ഒരു ആരവം യഥാർത്ഥത്തിൽ ഇടതുപക്ഷം സുനിലിന് കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഒരു TN പ്രതാപൻ വേഴ്സസ് സുരേഷ് ഗോപിയായി ആ മത്സരം മാറില്ല എന്നുള്ളതാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. രണ്ടാമത്, നേരത്തെ ഉണ്ണി പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആണ് BJPയുടെ സ്ഥാനാർത്ഥിയെങ്കിൽ ഒരു ദുർബലമായ 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ വാർഡിൽ BJPയുടെ ഒരു സീറ്റ് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ വർഷം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് പോയി. അതൊന്നും ഒരു സൂചനയൊന്നും ആയിട്ടല്ല പറയുന്നത്. എങ്കിൽ പോലും BJPയുടെ ഒരു പഴയ ശക്തി തിരുവനന്തപുരത്തുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല, ഒരു വരത്തൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒട്ടും പരിഗണിക്കില്ല. നോക്കൂ, മുമ്പൊരിക്കൽ ഞാൻ ഓർക്കുന്നു, ഏതൊക്കെയാണ് തെരഞ്ഞെടുപ്പുകളെന്ന് ഓർമ്മയില്ല, പക്ഷേ അതിൻ്റെ ക്രമം അനുസരിച്ച് പറയാം. ഒരു തെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം നയിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മലബാറിൽ നിന്ന് തലശ്ശേരിയിലുള്ള PK കൃഷ്ണദാസിനെ കൊണ്ട് മത്സരിപ്പിച്ചു. PK കൃഷ്ണദാസിന് ആകെ കിട്ടിയത് 40,000-60,000 വോട്ടാണ്. 2009 കൃഷ്ണദാസ് സ്ഥാനാർത്ഥി. അതെ, ശശി അപ്പോൾ വളരെ കുറച്ച് വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് കുമ്മനം ഓക്കെയാണ്, രാജഗോപാൽ ഓക്കെയാണ്, സുരേഷ് ഗോപി അവിടെ ഓക്കെയാണ്. അതിനപ്പുറത്തേക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിർമ്മലാ സീതാരാമൻ ആണെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. തമിഴിൽ സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ടും പിന്നെ അവർക്കൊരു ഇമേജ് കേരളത്തിലുണ്ട് എന്നുള്ളതുകൊണ്ടും. അവിടെ തിരുവനന്തപുരംകാരനായ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, കൃഷ്ണകുമാർ. നിർത്തുമോ എന്നറിയാം. അതിനപ്പുറത്തേക്ക് വേറൊരു സാധ്യത, കൃഷ്ണകുമാറിനൊന്നും ഒരു കാര്യവും അവിടെ നടത്താൻ കഴിയില്ല എന്നുള്ള തർക്കമില്ല. ഡിസ്റ്റന്റ്, വളരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ലല്ലോ, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. പിന്നെ ഈ മുസ്ലിം വോട്ടും ക്രൈസ്തവ വോട്ടും എനിക്ക് തോന്നുന്നു അടുത്ത കോൺഗ്രസ് ചർച്ചയാണെങ്കിൽ നമുക്ക് അതിലേക്ക് വരാം. അതെന്താ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. തിരുവനന്തപുരത്ത് ഒന്നാമത് നോക്കൂ, സുജയ പറഞ്ഞത് ഒരു ഡെഫിനിറ്റ് വോട്ട് ബാങ്ക് NDAക്കുണ്ട് അല്ലെങ്കിൽ BJPക്കുണ്ട്. അതെ, ഇപ്പോൾ നോക്കൂ, തിരുവനന്തപുരത്ത് എപ്പോഴും ഒരു സവിശേഷത, ഈ ഹിന്ദുക്കൾ വോട്ട് ചെയ്യാത്ത പാർട്ടിയല്ല CPIയോ CPMോ. ഇടതുപക്ഷത്തിന് ഹിന്ദു വോട്ടുണ്ട്, അതേപോലെ കോൺഗ്രസിനും ഹിന്ദു വോട്ടുണ്ട്. നാച്ചുറലി BJPയുടെ മേജർ ഷെയറും ഹിന്ദു വോട്ട് തന്നെയാണ്. അപ്പോൾ നല്ല സ്ഥാനാർത്ഥികളായിരിക്കും. ഇപ്പോൾ നോക്കൂ, ബെനറ്റ് എബ്രഹാമിനെ പോലെ ഒരാൾ മത്സരിച്ചാൽ ഹിന്ദു വോട്ട് എങ്ങോട്ടാണ് പോകുക, എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക? അത് കോൺഗ്രസിലേക്കും BJPയിലേക്കുമാണ് സ്പ്ലിറ്റ് ചെയ്യുക.
അതേസമയം സി ദിവാരം വന്നപ്പോഴും അൺപോപ്പുലറാണ്. സി ദിവാരം അങ്ങനെ വലിയ ശക്തനായ സ്ഥാനാർത്ഥികൾ മാത്രമല്ല, ബെനറ്റ് എബ്രഹാമിനെ പൈസ കൊടുത്ത് വാങ്ങിച്ച് കൊണ്ടുവന്ന് എൻ്റെ പേരിലൊക്കെയുള്ള പേയ്മെൻറ്റ് സീറ്റ് വിവാദത്തിൽ അടക്കം നിൽക്കുന്ന ഒരാളായിരുന്നു ദിവാകരൻ. അപ്പോൾ ദിവാകരന് ആ ഒരു പോപ്പുലാരിറ്റി തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. അതേസമയം പന്ന്യൻ രവീന്ദ്രൻ വരുന്നു, ശശി തരൂർ മത്സരിക്കുന്നു, ഇനി മൂന്നാമതൊരു കാൻഡിഡേറ്റ് വരുന്നു BJP അവിടെ നിന്ന്. സ്വാഭാവികമായിട്ട് ഹിന്ദു വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ മൈനോറിറ്റി വോട്ട്സ്, പ്രധാനമായിട്ടും മുസ്ലിം വോട്ട്, ക്രിസ്ത്യൻ വോട്ടൊക്കെ വളരെ നിർണായകമായിട്ട് വരിക. ആ നിർണായകമായി വരുന്ന സമയത്ത് ആ വോട്ട് ഒരിക്കലും പോൾ ചെയ്യപ്പെടുന്നത് NDAയിലേക്കല്ല. ആ വോട്ട് വരുന്നത് ഒന്നുകിൽ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലേക്ക്. ഇവിടെ ഇപ്പം പന്ന്യനെ പോലൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ ഇതിനൊരു സ്പ്ലിറ്റ് സാധ്യമാണ്. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ NDAയിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. ആ വോട്ട് ബാങ്ക് മൂന്നായിട്ട് ഭിന്നിക്കപ്പെടും. ആ ഭിന്നിക്കപ്പെടുന്നതിനകത്ത് ആഡ് ഓൺ ചെയ്യുന്നത് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളാണ്. സ്വാഭാവികമായിട്ട് ഈ രണ്ട് ആളുകൾ തമ്മിൽ മത്സരിക്കും. പന്ന്യൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് വരുന്നത് വഴി സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷ വോട്ടുകളിലേക്കും ഭൂരിപക്ഷ വോട്ടുകളിലേക്കും ഒരേ സമയം ഇടതുപക്ഷത്തിന് കടന്നു കയറാൻ കഴിയും. അങ്ങനൊരു സ്ഥാനാർത്ഥിയാണ് പന്ന്യൻ്റെ പേര്. നോക്കുക, അതിനകത്ത് ഒരു കാര്യം കൂടി കൂട്ടിച്ചേട്ടെ. തരൂർ പരാജയപ്പെടുത്താൻ കഴിയാത്ത സ്ഥാനാർത്ഥി ഒന്നുമല്ല. ആ നിലയിൽ നമ്മൾ കാണുകയും ചെയ്യരുത്. മുമ്പ് നമ്മൾ ONV മത്സരിക്കുമ്പോൾ ഒരു ഓറ ഉണ്ടായിരുന്നല്ലോ, ONV ആണ് ജയിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ ആത്യന്തികമായി ജയിച്ചിട്ടുള്ളത് ചാൾസ് ആണ് ജയിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ വിശ്വപൗരൻ എന്നൊക്കെ വിശേഷിപ്പിക്കുമെങ്കിൽ പോലും ഡൽഹി നായർ പിന്നീട് കേരള നായർ ആയതുപോലെയൊക്കെ തന്നെയും വലിയ നിലയിൽ അദ്ദേഹത്തെ നമ്മൾ പ്രകീർത്തിച്ച് സംസാരിക്കുമ്പോൾ പൂർണ്ണ പിന്തുണയുണ്ട്. NSSന്റെ ഒരു താപ്പിൽ കൂടിയൊന്നും അല്ല നായന്മാരെ വോട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നായർ വോട്ട് ഇല്ല. ഞാൻ പറയുന്നത് വെച്ചാൽ നോക്കൂ, അവിടെയുള്ള ഇഷ്യൂസ് എടുക്കുക. വിഴിഞ്ഞമായാലും അതുപോലെ തിരുവനന്തപുരം എയർപോർട്ട് എടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എടുക്കുക. അവിടെ ഒന്നും ശശി തരൂർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ വിഴിഞ്ഞം സമരത്തിൽ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരാൾക്ക് ഈ പറയുന്ന സഭയുടെ അല്ലെങ്കിൽ ലാറ്റിൻ്റെ വോട്ട് കിട്ടുമോ? ഞാൻ സഭയിലൂടെയല്ല ലാറ്റിൻ്റെ വോട്ടിനെ കാണുന്നത്. ഈ വോട്ട് കിട്ടുമോ എന്നുള്ളതാണ്. ശരിക്കും തിരുവനന്തപുരത്തൊരു നല്ല ലെഫ്റ്റ് കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് പന്ന്യൻ രവീന്ദ്രൻ. ഞാൻ ഇപ്പോഴും തള്ളിക്കളയുന്നില്ല പന്ന്യൻ്റെ വിജയം. ഓക്കെ, ഡോക്ടർ അരുൺകുമാർ ഈ വിഷയത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? എനിക്കൊന്ന് രണ്ടാമത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിൻ്റെ തുടർച്ചയെന്ന് വേണം ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് പോകുമ്പോൾ ആ ഭാഗം ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയോ CPI എന്നായിരുന്നു. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് CPMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അതെ, ഓക്കെ. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിയുന്നതോടെ നമുക്ക് കുറച്ചുകൂടി ജനാധിപത്യ മുന്നണിയുടെ പൂർണ്ണ സ്ഥാനാർത്ഥികളാവുന്നു. ആദ്യമായാണ് ഒരു മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം യെസ് ആണ്. ഉത്തരത്തിലേക്ക് Meet the editors.